പെരുമണ്ണിലെ വത്തക്കത്തോട്ടം കാണാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ കുടുംബസമേതം പോവുകയാണ്. അന്ന് ഞാൻ പോയതിന് പിന്നാലെ ഇവരെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരിക്കൂർ വഴി പെരുമണ്ണിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇരിക്കൂർ ടൗണാണ് നിങ്ങൾ ഈ കാണുന്നത്. ടൗണ് കഴിഞ്ഞു, ഇപ്പം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു. ഏകദേശം പെരുമണ്ണ് എത്താറായി. പെരുമണ്ണ് പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. പെരുമണ്ണ് പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് ഇവിടെയാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലം. ഒരുപാട് ഫാമിലികൾ എല്ലാ ദിവസവും ഇങ്ങനെ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. റോഡിൽ നിന്ന് കുറച്ച് ഒരു 50 മീറ്റർ താഴോട്ടേക്ക് ഇറങ്ങിയാൽ നമ്മുടെ വത്തക്കത്തോട്ടത്തിലേക്ക് എത്തി. കയറി വരുമ്പം തന്നെ നല്ല വളഞ്ഞു നിൽക്കുന്ന വത്തക്കയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. വലിയൊരു കുന്ന് കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരിങ്ങനെ ഈ കാഴ്ച കാണാൻ വേണ്ടി ഇരിക്കൂറിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. വളഞ്ഞു കിടക്കുന്ന നല്ല മഞ്ഞ വത്തക്കകൾ, മഞ്ഞ കളറുള്ള വത്തക്കയാണ് ഇതൊക്കെ. ഒരുപാട് മഞ്ഞ വത്തക്കകളുണ്ട്. നമ്മളെ മോന് ലബ്ഹാന് ബദ്ദൊക്കെ പിടിച്ചിരിക്കുന്ന കാഴ്ച ഉണ്ടോ? കനുണ്ടോ ലബാന്? ലബു ഇരിക്കൂറിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾ ഈ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. കണ്ട അവത്തൊക്കെ ഉണ്ടോ? നല്ല മനോഹരമായ പൂക്കളവും നിർമ്മിച്ചിട്ടുണ്ട് ഇവര്. മല്ലിക മഞ്ഞയും ചമപ്പും ഒക്കെ ആയിട്ട് നല്ല കളറിൽ. ലാജി ലാജി ഇടയ്ക്ക് ആയി പറഞ്ഞേ. നമ്മളെ ഈ നാട്ടിലൊക്കെ വത്തക്കയാവൂല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എല്ലാവർക്കും. പക്ഷേ നമ്മുടെ 100 കണക്കിന് വത്തക്കകൾ ഇവിടെ കൃഷി ചെയ്തിട്ട് അത്ഭുതം കാണിച്ചിരിക്കുകയാണ് ഇവരൊക്കെ. ഏതായാലും ഇവർക്ക് നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഇത്രയും നല്ല കാഴ്ചകൾ കാണിച്ചു തന്നതിൽ. പാകായി കിടക്കുകയാണ് ഓരോ വത്തക്കയും. മഞ്ഞ വത്തക്കയുണ്ട്, അതുപോലെ തന്നെ ചുവന്ന വത്തക്കയുണ്ട്, പല കളറുകളിലുള്ള വത്തക്കകൾ. തൊട്ടപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ കപ്പക്ക കൃഷിയാണത്. അത് പാകമായിട്ടില്ല, പാകമായിട്ട് വരുന്നേ ഉള്ളൂ. നല്ല നല്ല മല്ലികകൾ, അതുപോലെ തന്നെ ഏറുമാടം. കുറേ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറുമാടം കാണാൻ വേണ്ടി പറ്റും. ഏതായാലും നമ്മുടെ ഈ പരിസര ഭാഗത്തുള്ളവർക്കൊക്കെ നല്ലൊരു കാഴ്ചയാണ് ഇത് സമ്മാനിച്ചിരിക്കുന്നത്. താഴെയോളം വിടർന്ന് കിടക്കുന്ന വത്തക്കകൾ ഒരുപാട് നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. ലാജി വലിയൊരു വത്തക്ക പിടിച്ചിട്ട് പൊക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. പൊങ്ങുന്നുണ്ടാ? ഉരുട്ടിക്കൊണ്ട് പോവാ അടുത്തേക്ക്, അവിടേക്ക് കേട്ടാ. സൂപ്പർ. ഇങ്ങോട്ടൊക്കെയാ റോഡിന് ഇരുവശവും പാതയിലായിട്ട് നല്ല അലങ്കാരമായിട്ട് കിടക്കുന്ന മല്ലികകൾ, അതിന് ചുറ്റും വത്തക്ക കൃഷി. ഏതായാലും നല്ലൊരു കാഴ്ചയാണ്.
ഫോട്ടോഗ്രാഫിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അതിന്റെ മേലെ എന്ത് ഏറുമാടം അല്ലേ? പോയി കയറ്, ശ്രദ്ധിച്ചു വരണേ. ഏറുമാടത്തിൽ കയറാനുള്ള തിരക്കാണ്. ഏതായാലും വത്തക്കത്തോട്ടൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. എന്നിട്ട് നമ്മളെല്ലാവരും ഇതാ തിരിച്ചു പോവുകയാണ്. സമയം സന്ധ്യയോട് അടുക്കാറായി. എല്ലാവർക്കും വത്തക്കത്തോട്ടം ഇഷ്ടപ്പെട്ടാ? അടിപൊളിയാ? എങ്ങനെയുണ്ട്? വത്തക്ക വാങ്ങിയിട്ടില്ലേ? രാവിലെ കൊടുക്കുള്ളൂ അല്ലേ? രാവിലെ വന്നാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വത്തക്ക കിട്ടുമെന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. തളിപ്പറമ്പ് ഇരിട്ടി ഹൈവേയിൽ പെരുമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പെട്രോൾ പമ്പിന് അടുത്തായിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി ഇതുവഴി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ വെളുത്ത കാറുണ്ടല്ലോ, ആ കാറ് വെച്ച് അതിലൂടെ ഒരു 50 മീറ്റർ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വത്തക്കത്തോട്ടത്തിൻ്റെ സ്ഥലമായി. ഈ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് എന്നും മനസ്സിലൊരു നൊമ്പരമായി നിലകൊള്ളുന്ന നമ്മുടെ പെരുമണ്ണ് ദുരന്തത്തിലെ കുട്ടികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മാരകം. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ കെട്ടിടത്തിലാണ് ആ പിഞ്ചോമനകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 9 കുട്ടികളുടെ സ്മാരകമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ഇവിടെ അടുത്തുള്ള പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. ബാക്കി 9 പേര് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് റോഡിലൂടെ അവിചാരിതമായി വന്ന ഒരു വാഹനം ഇവരുടെ മേലേക്ക് പാഞ്ഞു കയറി തൽക്ഷണം മരണപ്പെടുകയായിരുന്നു ഈ പിഞ്ചുകുട്ടികൾ. മനസ്സിൽ ഒരു തീരാവേദനയായി കാലങ്ങളോളം ആ മുറിവ് ഉണങ്ങാതെ കിടക്കും. മനസ്സിൽ തട്ടുന്ന വാക്കുകളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഒച്ചയുണ്ടാക്കരുത്, കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്, അവരെ ഉണർത്തരുത്, നമുക്ക് കാത്തിരിക്കാം അവർ ഉണരുന്നത് വരെ. എത്ര അർത്ഥവത്തായ വാക്കുകൾ. മനസ്സിലൊരു തീരാ നൊമ്പരമായി ഇവരിവിടെ അന്ത്യവിശ്രമം കൊള്ളട്ടെ.